ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഫ്ലാഷ് ബാക്ക്. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു അല്ലടാ, ഇതിപ്പോ എങ്ങനെ അനക്ക് സാധാരണ എങ്ങനെ അറിയോ, ഈ പശുക്കൾക്കൊക്കെ പറഞ്ഞ ചെന പിടിച്ചു കഴിഞ്ഞാല് അവരാ വയറ് വീർക്കണതിനനുസരിച്ച് ഔടും വീർക്കും. ഔടിൽ ഒരാവേശത്തിലെടുത്ത് ചാടിലേക്ക് പാലിറങ്ങും. ഇതിപ്പോ വയറ് വീർത്തപ്പോ ഔട് പോയല്ലോ. ഇതെന്ത് സംഭവം? എന്താ നീര്, മേലത്തെ നീരുകൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയതാ? ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടല്ലോ. എടാ പായ, 4 മൈസൂർ പൂവനോ അല്ലെങ്കിൽ 4 ചെറുപഴോ തിന്നിട്ട് രാത്രി കിടക്ക്. രാത്രി നല്ലോണം ആസ്വദിച്ച് തൂറിയാ തീരും എന്റെ ഈ പ്രശ്നം. പിന്നെ നാണക്കെടുത്തി. ആ തൂറാത്ത പ്രശ്നം അത് എവിടെങ്കിലും കെട്ടി കിടക്കണുണ്ടാവും, ബ്ലോക്കായിട്ട് ഗ്യാസ് കുടുങ്ങിയിട്ട് വയറും തള്ളി പിടിച്ചോണ്ട് വരുന്നു. അതിന് പറ്റിയ ഒരു കുഞ്ഞാണ്ടം പിന്നാലെ. നാണല്ലടാ നാരികളങ്ങള്. ആണും പെണ്ണും കെട്ടിട്ട് ഇങ്ങനെ ജീവിക്കണേക്കാൾ നല്ലത് പോയിക്കൂടെ? ചേ വല്ലാത്തൊരു ജന്മങ്ങള്. അതിപ്പോ എന്തായി പെറുവാ? അത് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ പ്രസവിക്കാൻ സമയമാകുമ്പോ കുണ്ടനളിയാങ്ക പാമോയിൽ മേടിച്ചോ, അതിങ്ങനെ കട്ടായിട്ട് ഒന്ന് തണുപ്പിക്കുക. ഒന്ന് കട്ടാക്കിയിട്ട് ആ 4 സൈഡിലൊന്നും ഇങ്ങനെ വക്കിലൊന്നും ഇങ്ങനെ തേച്ചു കൊടുത്താലേ നമ്മൾ റൊട്ടി ചൂടണ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. ഇതിന്റെ മിഷീൻ തൊട്ട് കൊടുക്കണ മാതിരി ഒന്നിട്ട് തൊട്ട് കൊടുത്താൽ സിമ്പിൾ ആയിട്ടുണ്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ഗ്രീസ് അടിച്ചു കൊടുത്താലും മതി. നല്ല വല്ലാതെ ഇടങ്ങറാക്കണ്ട ചെക്കനെ കേട്ടോ. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. ചില കണ്ണെന്ന് പൊന്നീച്ചൊക്കെ പറഞ്ഞു നല്ല മുക്കണേ. മറ്റേ ഇല്ലല്ലോ, അതുകൊണ്ട് ബാക്കിൽ കൂടെ തന്നെ വരണല്ലോ ഇപ്പൊ. അത് പോകിയാടെ നായിക്കടങ്ങി. നാട്ടുകാർക്ക് എന്ത്, സമൂഹത്തിൽ എന്ത് നല്ല തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരാണും പരിപാടി എടുത്തിട്ട് കുട്ടികളാവണം ചേറ്റകൾ. താണമുണ്ടോ പോത്തെ? തനിക്ക് താണമുണ്ടോ? അല്ല, പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. വലിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.